പ്രഭു അൺമ്യൂട്ട് ചെയ്തിട്ട് വായിക്കും. ഹരേ കൃഷ്ണ. പ്രഭുജി കേൾക്കുന്നില്ല. പ്രഭു മ്യൂട്ട് ചെയ്തിട്ട് വായിക്കും. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം ദദാന്യവിയോധവീര്യാൻ മയാ ഹതാം ത്വം ജഹീമാം പ്രതിഷ്ഠം യുദ്ധ്യസ്വജേതാസിത രണേ സപത്നാൻ. ഭീഷ്മൻ, ദ്രോണൻ, ജയദ്രഥൻ, കർണൻ എന്നിവരും മറ്റു മഹാരഥന്മാരും ഇപ്പോൾ തന്നെ എന്നാൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അവരെ കൊല്ലുന്നതിൽ നിനക്ക് ദുഃഖം വേണ്ട. നീ പൊരുതുക മാത്രം ചെയ്താൽ മതി. ശത്രുക്കൾ തോറ്റുപോകും. ഭാവാർത്ഥം: എല്ലാ പരിപാടികളും പരമപുരുഷൻ നിശ്ചയിച്ചതുപോലെ തന്നെ നിറവേറുന്നു. എന്നാൽ കൃഷ്ണന്റെ ഇഷ്ടമനുസരിച്ച് അവ നിർവഹിച്ചതിനുള്ള ബഹുമതി ഭക്തന്മാർക്ക് ലഭിക്കണമെന്നാണ് കരുണാനിധിയായ ഭഗവാന്റെ ഇംഗിതം. അതിനാൽ ഏവരും ഒരു ആധ്യാത്മികാചാര്യന്റെ സഹായത്താൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കുകയും കൃഷ്ണാവബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയിലൂടെയാണ് ജീവിതം മുന്നോട്ട് നീക്കേണ്ടത്. ഭഗവാന്റെ പരിപാടികൾ അവിടുത്തെ കരുണ കൊണ്ട് മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഭക്തന്മാരുടെ പരിപാടി ഭഗവൻ നിശ്ചയങ്ങൾക്ക് അനുയോജ്യങ്ങളുമായിരിക്കും. അവയെ പിന്തുടർന്നാൽ ജീവിത സമരത്തിൽ വിജയം വരിക്കാം. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിം വേപമാനാം ഗിരീടിം നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സൽഗതം വീതാം പ്രണമ്യ. സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു: രാജാവെ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറപ്പുണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു. ഭാവാർത്ഥം: മുമ്പ് പറഞ്ഞതുപോലെ കൃഷ്ണന്റെ വിശ്വരൂപം ദർശിച്ചതുകൊണ്ട് അർജുനൻ അത്ഭുതഭ്രാന്തനായി പോയി. വീണ്ടും വീണ്ടും ആദരപൂർവം കൃഷ്ണനെ കൈകൂപ്പി വന്ദിച്ചു ഇടറുന്ന സ്വരത്തിൽ പ്രാർത്ഥിച്ചു. സ്നേഹത്തിന്റെ നിലയില് അല്ല, അമ്പരപ്പാർന്ന ഭക്തന്റെ നിലയിലായിരുന്നു അപ്പോൾ അദ്ദേഹം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. യെസ്, അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നതാണ്: ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനഭിയോധവീരാൻ മയാ ഹതസ്ത്വം ജഹിമാം വ്യധിഷ്ഠ യുദ്ധസ്സ ജേതാസി രണേ സപത്നാൻ. എന്റെ ബന്ധുക്കളാണ്, നീ കൊല്ലേണ്ടി വരും എന്നൊന്നും വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. നീ കൊന്നാലും ഇല്ലെങ്കിലും അവരുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനഭി യോധവീരാൻ മയാഹതസ്ത്വം ജഹിമാം വിധിഷ്ഠ. എന്നാൽ അവരെല്ലാവരും നേരത്തെ തന്നെ വധിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ എല്ലാ വ്യക്തികളെയും വധിക്കുന്നത്, മൃത്യുവായിട്ടിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാനാണ് മൃത്യുവിന്റെ രൂപത്തിൽ വരുന്നത്. ഭഗവാൻ ഒരു വ്യക്തിയെ വധിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, കൊല്ലണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആർക്കും രക്ഷിക്കാൻ സാധിക്കുകയില്ല. അല്ലെ? ഒരു വ്യക്തിയെ ഭഗവാൻ സംരക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആർക്കും ആ വ്യക്തിയെ നശിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു എല്ലാവരെയും ഇല്ലാതാക്കുന്നതിനായിട്ട്, അല്ലെങ്കിൽ അവരെ വധിക്കുന്നതിനായിട്ട് ഭഗവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനഭി യോധവീന. ഇവരെല്ലാവരും വധിക്കപ്പെടും. ദ്രോണരായാലും ഭീഷ്മരായാലും കർണനായാലും എല്ലാ സേനാധിപന്മാരും ഭടന്മാരും എല്ലാവരും ഈ യുദ്ധത്തിൽ കൊല്ലപ്പെടും. അത് ഭഗവാന്റെ നിശ്ചയമാണ്. അതിൽ നിന്ന് ആർക്കും അതിനെ ഒരു മാറ്റം വരുത്താൻ ആർക്കും സാധിക്കുകയില്ല. അർജുനന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ യുദ്ധത്തിൽ പങ്കെടുക്കാം. അങ്ങനെ ആ യുദ്ധം ജയിക്കുകയും ചെയ്യാം. അതാണ് ഭഗവാൻ പറയുന്നത്. യുദ്ധസ്സ ജേതാസി രണേ സപത്നാൻ. നിനക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ സാധിക്കും. നീ അത് ചെയ്യുക എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഭഗവാന്റെ പദ്ധതി അനുസരിച്ചാണ് നടക്കുന്നത്, നമ്മുടെ പദ്ധതികൾ അനുസരിച്ചല്ല. നമ്മൾ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കും, അല്ലെ?
ദിവസവും നമ്മൾ ഓരോരോ പ്ലാൻ ചെയ്യും. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ നിരീക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സാകും നമ്മുടെ പ്ലാനുകളൊന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല പോകുന്നത്. പല കാര്യങ്ങളും നമ്മുടെ പ്ലാനുകളിൽ വ്യത്യാസം വരുത്തേണ്ടി വരും. ഓരോ ദിവസവും നമ്മൾ പ്ലാനുകളിൽ വ്യത്യാസം വരുത്തുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഞാൻ ചെയ്തു എന്നാണ് നമ്മൾ തെറ്റായിട്ട് വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളെക്കാൾ ഉപരിയായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്, അത് ഭഗവാനാണ്. ആ ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നടക്കുന്നത്. ഇപ്പൊ ദേവന്മാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഭക്തന്മാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ഭഗവാന്റെ പ്ലാൻ എന്താണെന്ന് മനസ്സിലാക്കും, ഭഗവാന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കും. ആ ഭഗവാന്റെ പദ്ധതിക്ക് അനുയോജ്യമായി പ്രവർത്തിക്കും. ഭക്തന്മാർ ഭഗവാന്റെ പദ്ധതിക്ക് അനുയോജ്യമായി പ്രവർത്തിക്കും. അസുരന്മാർ ഭഗവാന്റെ പദ്ധതിയിൽ പങ്കാളികളാകുന്നില്ല, അവരതിന് വിപരീതമായിട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭക്തന്മാരുടെ പരിപാടി ഭഗവത് നിശ്ചയങ്ങൾക്ക് അനുയോജ്യങ്ങളുമായിരിക്കും. ഭക്തന്മാർ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? ഭഗവാന്റെ പ്ലാനിന് അനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളാണ്, ഭഗവാന്റെ ആഗ്രഹത്തിന് ഭഗവാന്റെ സങ്കല്പത്തിന് യോജിച്ച രീതിയിലാണ് ഭക്തന്മാരും പ്ലാൻ ചെയ്യുന്നത്. അവർക്കും പ്ലാൻ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഭഗവാന്റെ പദ്ധതി എന്താണോ അതിനനുസരിച്ച് ഭക്തന്മാരും പ്ലാൻ ചെയ്യും. അസുരന്മാർ ഭഗവാന്റെ പദ്ധതിയിൽ വിശ്വസിക്കുന്നില്ല, അവർ ഭഗവാനിൽ തന്നെ വിശ്വസിക്കുന്നില്ല. അവരെന്താണ് പറയുന്നത്? അനിത്യം എന്താണ് പറയുന്നത്? ഇത് അസത്യം, അസത്യം അപ്രതിഹതം ജഗതാഹു അനീശ്വരം. അങ്ങനെയൊന്നുമില്ല, ഈശ്വരനൊന്നുമില്ല, ഈശ്വരന് പദ്ധതിയൊന്നുമില്ല. ഇതൊക്കെ യാദൃച്ഛികമായി സംഭവിക്കുന്നതാണ്. കിമന്യേ അപരസ്പര സംഭൂതം, ഇതൊന്നും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, നമ്മുടെ പൂർവജന്മ കർമ്മഫലമാണ് എന്നൊക്കെ പറയുന്നത് തട്ടിപ്പാണ്. ഇതെല്ലാം സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതാണ്. നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ജീവിക്കുക, ആകെ ഒരു ജന്മം മാത്രമേ ഉള്ളൂ, ഉള്ളത് അടിച്ചു പൊളിച്ച് അങ്ങനെ ജീവിക്കുക, അതാണ് അവരുടെ വിചാരം. അത് ഭഗവാന്റെ പദ്ധതി അനുസരിക്കാതെ അല്ലെങ്കിൽ ഭഗവാന്റെ പദ്ധതിയെക്കുറിച്ച് ചിന്തിക്കാതെയുള്ള ജീവിതം. പക്ഷെ ഭഗവാന്റെ ഭക്തന്മാർ ഭഗവാന്റെ പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി അതിനനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതാണ് ഭക്തന്മാരുടെ ലക്ഷണം എന്ന് പറയുന്നത്. അനുകൂലേന കൃഷ്ണാനുശീലനം, ഭഗവാന് അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഭക്തന്മാരുടെ പരിപാടി എന്നുള്ള കാര്യം ഇവിടെ ശ്രീല പ്രഭുപാദരും പറയുന്നുണ്ട്. അവയെ പിന്തുടർന്നാൽ ജീവിത സമരത്തിൽ വിജയിക്കാം. ഇതാണ് വിജയത്തിന്റെ ഒരു സീക്രട്ട് എന്ന് പറയും. കാരണം വിജയിക്കുന്ന പദ്ധതിയെക്കുറിച്ച് നേരത്തെ തന്നെ ഭഗവാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് വിജയിക്കാൻ പോകുന്നത്? ഇന്നത്തെ കാലത്ത് ഭഗവാന്റെ പദ്ധതി എന്താണ്? ഇപ്പോൾ ഭഗവാന്റെ പ്ലാൻ എന്താണ്? അതനുസരിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ വിജയിക്കും. അല്ലാതെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വിജയിക്കാൻ സാധിക്കുകയില്ല, അല്ലേ? ഇപ്പൊ ഇന്നത്തെ കാലത്തെ ഭഗവാന്റെ പദ്ധതി എന്താണ്? പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ വന്ന് പറഞ്ഞിട്ടുണ്ട്, പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഉന്നതിയിലെത്താൻ പോകുന്നത് എന്താണ്? ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമസങ്കീർത്തന യജ്ഞമാണ്. അതിൽ പങ്കാളികളാകുന്നവർ, അതിൽ ഭഗവാന് വേണ്ടി നിമിത്തമാകുന്നവർ എല്ലാവരും സ്വാഭാവികമായിട്ട് വിജയിക്കുക തന്നെ ചെയ്യും. ഭഗവാന്റെ പദ്ധതി മനസ്സിലാക്കി ചെയ്യുന്നവർ ഭക്തന്മാരാണ് എന്നുള്ള കാര്യം ശ്രീല പ്രഭുപാദരുടെ പറയുന്നുണ്ട്. അടുത്ത ശ്ലോകത്തിൽ സഞ്ജയൻ പറയുന്നു, സഞ്ജയ ഉവാച ഏതശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാന കിരീതി നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം ഭീത പ്രണമ്യ. സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു, രാജാവേ, ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ വിറവുണ്ട് വീണ്ടും വീണ്ടും കൈകൂപ്പി ഭയത്തോടെ ഇടർന്ന സ്വരത്തിൽ പറഞ്ഞു. ഇവിടെ നേരത്തെ സുഹൃത്തുക്കൾ സംസാരിച്ചതുപോലെയല്ല അർജുനൻ സംസാരിക്കുന്നത് വിശ്വരൂപ ദർശനത്തിന് ശേഷം. ഒരു ഭക്തനും ഭഗവാനും തമ്മിലുള്ള സംഭാഷണമല്ല. ഒരു ആരാധകൻ ഭഗവാന്റെ വിശ്വരൂപം കണ്ട് ഭയന്നിരിക്കുന്ന അല്ലെങ്കിൽ ആരാധനാ ഭാവത്തോട് കൂടിയിട്ടാണ് അർജുനൻ ഇവിടെ സംസാരിക്കുന്നത് എന്ന് പറയും. അമ്പരപ്പോട് കൂടിയിട്ടാണ് അർജുനൻ സംസാരിക്കാൻ തുടങ്ങുന്നത് എന്ന് പറയും. ഇനി അടുത്ത ശ്ലോകം മുതൽ അർജുനൻ ഭഗവാന്റെ വിശ്വരൂപത്തിനോട് ആരാധനാ ഭാവത്തിൽ
പ്രാർത്ഥിക്കുന്നതാണ് നമ്മൾക്ക് അടുത്ത ശ്ലോകം മുതൽ കാണാൻ സാധിക്കുന്നത്. ഇത് അർജുനന്റെ സ്തുതിയാണ്. അർജുനൻ ഭഗവാനെ സ്തുതിക്കുന്നതാണ്. സ്ഥാനേ ഋഷികേശ തവ പ്രകൃത്യ ജഗത് പ്രഹൃഷ്യത്യനുരജ്യതേ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. വിവർത്തനം ഭാവാർത്ഥം വായിച്ചോളൂ. 36-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അർജുനോവാച സ്ഥാനേ ഗൃഹീകേശ തവ പ്രകീർത്തിയാം ജഗൽഗൃഷീ പ്രകൃഷ്യതി അനുരഞ്ജതേ ച രക്ഷാംസി വിധാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ചാംസിദസംഘാഃ. വിവർത്തനം. അർജുനൻ പറഞ്ഞു, ഋഷികേശ, ഇന്ദ്രിയങ്ങളുടെ നാഥ, അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായിത്തീരുന്നു. അങ്ങയിൽ അനുരക്തമാവുന്നു. സിദ്ധി നേടിയവർ അങ്ങയെ പ്രണമിക്കുന്നുവെങ്കിലും അസുരഗണങ്ങൾ ഭയപ്പെട്ട് അങ്ങുമിങ്ങും പായുകയാണ്. ഇത് ഉചിതം തന്നെ. ഭാവാർത്ഥം. കുരുക്ഷേത്രത്തിലെ യുദ്ധത്തിലെ ഫലം എന്തെന്ന് കൃഷ്ണനിൽ നിന്ന് അറിഞ്ഞ അർജുനന് ബോധോദയമുണ്ടായി. ഭഗവൻ മതമനുസരിച്ച് നടന്നതെല്ലാം തികച്ചും ഉചിതമെന്ന് കൃഷ്ണന്റെ ഉറ്റ സുഹൃത്തും ഭക്തനുമെന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞു. കൃഷ്ണൻ സ്വഭക്തന്മാരുടെ സംരക്ഷകനുമാണെന്ന് അർജുനന് മനസ്സിലായി. ഭഗവാൻ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അസംഖ്യം ദേവന്മാരും സിദ്ധന്മാരും ഉപരിലോകവാസികളായ മറ്റു മനീഷികളും ബാഹ്യാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് കൃഷ്ണന്റെ സാന്നിധ്യത്തിൽ നടക്കുന്ന യുദ്ധത്തെ നിരീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം അറിഞ്ഞു. അർജുനൻ കൃഷ്ണന്റെ വിശ്വരൂപം കണ്ടപ്പോൾ ദേവന്മാർ സന്തുഷ്ടരായി. അസുരന്മാർക്കും നാസ്തികന്മാർക്കുമാകട്ടെ അദ്ദേഹം ഭഗവാനെ വാഴ്ത്തുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ല. പരമദിവ്യോത്തമ പുരുഷന്റെ സർവ സംഹാരകാരിയായ ആ രൂപം കണ്ട് ഭയപ്പെട്ട് അവരെല്ലാം ഓടിപ്പോയി. അങ്ങനെ രണ്ടു കൂട്ടരിലും വ്യത്യസ്ത പ്രതികരണങ്ങളുണ്ടാക്കിയ കൃഷ്ണനെ അർജുനൻ വാഴ്ത്തുകയാണ്. പ്രവർത്തനം ഏതു വിധമായാലും ഒരു ഭക്തൻ എപ്പോഴും ഭഗവാനെ സ്തുതിക്കുന്നു. കാരണം പരമപുരുഷൻ ചെയ്യുന്നതെല്ലാം ഏവർക്കും ഗുണകരമായിരിക്കുമെന്ന് അയാൾക്കറിയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. അപ്പോൾ ഇവിടെ യുദ്ധഭൂമിയിൽ ആരും ഭഗവാന്റെ വിശ്വരൂപം കാണുന്നില്ലെങ്കിലും മറ്റു ലോകങ്ങളിലിരുന്ന വ്യത്യസ്ത ഗ്രഹനിവാസികൾ ഭഗവാന്റെ വിശ്വരൂപം കാണുന്നുണ്ട് എന്നുള്ള കാര്യം അർജുനന് മനസ്സിലായി. സിദ്ധന്മാർ, ദേവന്മാർ, ഇങ്ങനെയുള്ള വ്യത്യസ്ത ലോകവാസികൾ അർജുനൻ കാണുന്നതിനോടൊപ്പം തന്നെ വിശ്വരൂപം കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അവരിൽ ആ വിശ്വരൂപം വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന് അർജുനന് മനസ്സിലായി. ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുകയാണ്, ഭഗവാനെ കീർത്തിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങയുടെ തിരുനാമ കീർത്തനത്താൽ ലോകം ആനന്ദഭരിതമായി തീരും. ദേവന്മാരെല്ലാവരും ഭഗവാനെ സ്തുതിക്കുന്ന സമയത്ത്, ഭഗവാനെ കീർത്തിക്കുന്ന സമയത്ത് ലോകത്ത് മുഴുവൻ ആനന്ദമുണ്ടാകും. യഥാർത്ഥത്തിൽ ലോകത്ത് ആനന്ദമുണ്ടാകണമെങ്കിൽ ഭഗവാന്റെ നാമസങ്കീർത്തനം പ്രചരിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പറയും. ലോകം മുഴുവൻ ഭഗവാനെ കീർത്തിക്കുമ്പോൾ വലിയ ആനന്ദമുണ്ടാകും. അവിടെ ദുഃഖങ്ങൾ ഇല്ലാതാകും, എല്ലാവിധ ദോഷങ്ങളും ഇല്ലാതാകും. ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെല്ലാവരും ദുരിതം അനുഭവിക്കുന്നത് എന്ന് പറയും. എവിടെയാണോ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്നത് അവിടെയുള്ള ദുരിതങ്ങളെല്ലാം ഇല്ലാതാകും. ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് ദേവന്മാർ ഭഗവാന്റെ നാമസങ്കീർത്തനം ചെയ്യുന്ന സമയത്ത് ലോകത്ത് മുഴുവൻ വലിയ ആനന്ദമാണ് അനുഭവിക്കുന്നത് എന്ന് പറയും. അതേപോലെ സിദ്ധന്മാർ ഭഗവാനെ കാണുന്ന സമയത്ത് വേദമന്ത്രങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അവർ ഭഗവാന്റെ വിശ്വരൂപത്തിനെ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഇനി അസുരഗണങ്ങൾ, അസുരന്മാരായിട്ടുള്ള വ്യക്തികൾ, രക്ഷാംസി വീതാനി ദിശോദ്രവന്തി, യക്ഷരാക്ഷസന്മാർ അല്ലെങ്കിൽ രാക്ഷസന്മാർ, അസുരന്മാർ, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്? അവർ ഭഗവാനെ കാണുന്ന സമയത്ത് ഭയപ്പെട്ട് ഓടുകയാണ് ചെയ്യുന്നത്. എല്ലാ ദിക്കുകളിലേക്കും ഓടിമറയുകയാണ് ചെയ്യുന്നത്. രക്ഷാംസി ഭീതാനി ദിശോദ്രവന്തി,
വ്യത്യസ്ത ദിക്കുകളിലേക്ക് അവർ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അവർക്കൊരിക്കലും ഭഗവാനോട് ഒരു ആകർഷണം ഉണ്ടാകുന്നില്ല. ഭഗവാനോട് ഭയമാണ് അവർക്കുണ്ടാകുന്നത്. കൂടുതൽ തെറ്റ് ചെയ്യുന്നവർ, കൂടുതൽ പാപങ്ങൾ ചെയ്തവർക്ക് ഭഗവാനോട് ആകർഷണം ഉണ്ടാവുകയില്ല എന്ന് പറയും. അവർക്ക് ഭഗവാനെ കാണുന്ന സമയത്ത് ഭയമാണ് ഉണ്ടാവുക എന്ന് പറയും. പാപങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തികൾക്ക് ഭഗവാനെ കാണുന്ന സമയത്ത് ഭയമാണ് ഉണ്ടാകുന്നത്. പുണ്യാത്മാക്കൾക്ക് ഭഗവാനെ കാണുന്ന സമയത്ത് വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രതികരണങ്ങൾ അർജുനൻ കണ്ടു. ഭഗവാന്റെ വിശ്വരൂപം ദർശിച്ച സമയത്ത് വ്യത്യസ്ത ലോകങ്ങളിലുള്ളവർക്ക് വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് അർജുനൻ കണ്ടു എന്ന് പറയും. അതും ആ ഭഗവാന്റെ ഒരു ഗുണവും അർജുനൻ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. വ്യത്യസ്ത ലോകങ്ങളിലുള്ള വ്യക്തികളിൽ വ്യത്യസ്ത പ്രതികരണങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഭഗവാനെ അർജുനൻ വാഴ്ത്തുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഭാരതത്തിൽ ശീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന്റെ ഏത് പ്രവൃത്തിയിലും ഒരു ഭക്തൻ ഭഗവാനെ കീർത്തിക്കുകയാണ് ചെയ്യുന്നത് എന്ന് പറയും. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ എനിക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ലോകത്തിന് നല്ലതല്ല എന്ന് പ്രത്യക്ഷത്തിൽ തോന്നുന്ന പ്രവൃത്തികൾ ഭഗവാൻ ചെയ്യുമ്പോൾ പോലും, അല്ലെങ്കിൽ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പ്രകൃതിയിൽ സംഭവിക്കുമ്പോൾ പോലും ഭക്തന്മാർ തുടർച്ചയായിട്ട് ഭഗവാനെ പ്രകീർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? ആത്യന്തികമായിട്ട് ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം ഭക്തനുണ്ട്. ഭഗവാൻ ഒരാളെയും ഒരു വ്യക്തിയും താഴ്ത്തുന്ന രീതിയിൽ, നശിപ്പിക്കുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കുകയില്ല. എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ പ്രവർത്തനം. ഭഗവാന്റെ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും മംഗളകരമാണ്, എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ഭാരതത്തിൽ ശീല പ്രഭുപാദർ പറയുന്നത്. ഒരു ഭഗവാന്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരെയും, ഭക്തന്മാരെ മാത്രമല്ല അസുരന്മാരെ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത്. കാരണം എല്ലാവരും ഭഗവാന്റെ മക്കളാണ്. എല്ലാവർക്കും മംഗളകാരിയാണ് ഭഗവാൻ, അല്ലെ? ഭഗവാനോട് അടുക്കുന്ന അസുരന്മാർക്ക് പോലും ഭഗവാൻ വലിയ സ്ഥാനമാണ് നൽകുന്നത്. ഭഗവാനെ വധിക്കാൻ വന്നിട്ടുള്ള പൂതനയ്ക്ക് ഭഗവാൻ അമ്മയുടെ സ്ഥാനമാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ എല്ലാ അസുരന്മാരെയും ഭഗവാൻ വധിക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാം ഭഗവാൻ മോക്ഷം നൽകി. ബലി മഹാരാജാവിന്റെ അടുത്തു നിന്നും ഭഗവാൻ സ്വർഗവും മറ്റു ലോകങ്ങളെല്ലാം തിരിച്ചെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ ഭഗവാൻ ബലി മഹാരാജാവിന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സുഖ സൗകര്യങ്ങളോടുകൂടിയ, യാതൊരു ഉപദ്രവമില്ലാത്ത, കാലാവസ്ഥാ വ്യതിയാനമില്ലാത്ത, അസുഖങ്ങളുണ്ടാകാത്ത ഒരു വലിയ കൊട്ടാരം പണിയണം. അവിടെ ബലി മഹാരാജാവിനും ബലി മഹാരാജാവിന്റെ പരിവാരങ്ങൾക്കും സുഖമായിട്ട് താമസിക്കാൻ സാധിക്കണം എന്ന് വിശ്വകർമാവിനോട്, അങ്ങനെ ഒരു കൊട്ടാരം പണിയണമെന്ന് വിശ്വകർമാവിനോട് നേരത്തെ പറഞ്ഞേൽപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഭഗവാൻ വാമന രൂപത്തിൽ ബലി മഹാരാജാവിന്റെ അടുത്തേക്ക് വരുന്നതും ബലി മഹാരാജാവിനോട് സ്വർഗവും മറ്റു ലോകങ്ങളും തിരിച്ചു വാങ്ങുന്നതും. അപ്പോൾ ഭഗവാൻ ആരെയും താഴ്ത്തി കൊണ്ടുപോകുന്ന ആളല്ല, അല്ലെങ്കിൽ താഴോട്ട് പതിപ്പിക്കുന്ന വ്യക്തിയല്ല. ഭഗവാൻ എല്ലാവരുടെയും യോഗക്ഷേമം, എല്ലാവരുടെയും ക്ഷേമം, എല്ലാവർക്കും ക്ഷേമം വരുത്തുന്ന വ്യക്തിയാണ് ഭഗവാൻ. അത് ഭക്തന്മാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ദോഷമാണ് എന്ന് തോന്നുന്ന പ്രവൃത്തികൾ പോലും ഭഗവാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും ഭഗവാനെ പുകഴ്ത്തുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം ആത്യന്തികമായിട്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഭഗവാൻ പ്രവർത്തിക്കുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധ്യം ഭഗവാന്റെ ഭക്തന്മാർക്കുണ്ട്. അതുകൊണ്ട് ഇവിടെ അർജുൻ ഭഗവാനെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം പരമപുരുഷൻ ചെയ്യുന്നതെല്ലാം ഏവർക്കും ഗുണകരമായിരിക്കുമെന്ന് അയാൾക്കറിയാം, ഒരു ഭക്തൻ അറിയാം എന്നാണ് ഇവിടെ ശീല പ്രഭുപാദർ പറയുന്നത്. ഇനി അർജുനന്റെ ഒരു സംശയമാണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ വ്യത്യസ്ത വ്യക്തികളിൽ വ്യത്യസ്ത പ്രതികരണം ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് എല്ലാവർക്കും ഭഗവാനെ നമസ്കരിച്ചുകൂടാ? ഇങ്ങനെ അസുരന്മാർ എന്തിനാണ് പേടിച്ചോടുന്നത്? ഭഗവാൻ അങ്ങനെ ഭയപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്. സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തി മൃച്ഛതി.
ഞാൻ എല്ലാവരുടെയും സുഹൃത്താണ് എന്നറിഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും സന്തോഷം സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഭഗവാൻ ഭയപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. ഭഗവാൻ എല്ലാവരുടെയും സുഹൃത്താണ്. ആരെയും നശിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ പ്രവർത്തിക്കുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭഗവാനെ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ എന്തിനാണ് ഇവർ ഭയപ്പെടുന്നത് എന്നാണ് അർജുനൻ സംശയിക്കുന്നത്. 37-ാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ആ സംശയം ചോദിക്കുന്നുണ്ട്. കസ്മാച്ചതേന നമേരൻ മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യാധികത്രേ അനന്തദേവേഷ ജഗന്നിവാസ ത്വമക്ഷരം സതസത് പരം യത്. ബ്രഹ്മാവിനേക്കാളും ശ്രേഷ്ഠനായ പുരുഷോത്തമ, അങ്ങാണല്ലോ ആദിമനായ സൃഷ്ടാവ്. എങ്കിലും എന്തുകൊണ്ട് അവർ ഭക്ത്യാദരപൂർവം അങ്ങയെ പ്രണമിക്കുന്നില്ല? അതിരില്ലാത്തവനും പ്രപഞ്ചത്തിന് ആശ്രയമായ ദേവാദിദേവ, അക്ഷയവും കാരണങ്ങൾക്ക് കാരണവും ഭൗതിക പ്രകൃതിക്ക് ഉപരിയുമാണ് അങ്ങ്. എന്തിനാണ് ഈ അസുരന്മാർ പേടിച്ചോടുന്നത്? ഭഗവാനെ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. ചിലപ്പോൾ ഭയപ്പെടുത്തുന്ന രൂപമാണെങ്കിൽ പോലും അത് ഭഗവാന്റെ ആത്യന്തികമായിട്ടുള്ള രൂപമല്ല. അങ്ങനെ ഭഗവാനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് ഇവിടെ അർജുനൻ പറയുന്നത്. അങ്ങനെ അസുരന്മാർ ഭയപ്പെടുന്നതിൽ അർജുനന് അത്ഭുതമുണ്ട്. അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് അർജുനൻ മനസ്സിലാക്കുന്നത്. അനന്തദേവേഷ ജഗന്നിവാസ ഗരീയസേ ബ്രഹ്മണോപ്യാധികർത്തേ. ഭഗവാൻ ആരാണ്? ബ്രഹ്മാവിനേക്കാൾ ഉപരിയായിട്ടുള്ള വ്യക്തിയാണ്. ഗരീയസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രേഷ്ഠനാണ്. ബ്രഹ്മാവിനേക്കാൾ ശ്രേഷ്ഠനാണ് ഭഗവാൻ. ബ്രഹ്മാവ് പറയുന്നുണ്ട് ഭാഗവതത്തിൽ, ആരാണോ എന്നെ സൃഷ്ടാവായി കണക്കാക്കുന്നത് ആ വ്യക്തികൾ വിഡ്ഢികളാണ്. മായയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് ബ്രഹ്മാവ് സൃഷ്ടികർത്താവാണ് എന്ന് അവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങളൊക്കെ ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ അവിടെ പറയുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാവിന്റെയും സൃഷ്ടാവാണ് ഭഗവാൻ. ഗർഭോദകശായ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ആ ഗർഭോദകശായ വിഷ്ണു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിസ്തരണം മാത്രമാണ് അല്ലെ. യസ്യൈക നിശ്വസിത കാലമഥാവലംബ്യ ജീവന്തി ലോമ വിലജാ ജഗദണ്ഡനാഥ വിഷ്ണുർ മഹാൻ സഹ്യസ്യ കലാവിശേഷോ ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി എന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. ആ മഹാവിഷ്ണു, ആ മഹാനായിട്ടുള്ള വിഷ്ണു എന്താണ്? ഭഗവാന്റെ ഒരു കലയാണ്, ഭഗവാന്റെ ഒരു വിസ്തരണമാണ്. ഏകാംശേന സ്ഥിതോ ജഗത്ത് എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറയുകയും ചെയ്തിട്ടുണ്ടായി. ഈ മുഴുവൻ ജഗത്തിനെയും നിലനിർത്തുന്ന ആ മഹാവിഷ്ണു അത് ഭഗവാന്റെ ഒരു അംശം ആണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രഹ്മാവിനേക്കാൾ ഉപരിയാണ് ഭഗവാൻ എന്നുള്ള സത്യം അർജുനൻ അറിയാം, നേരത്തെ തന്നെ അറിയാം. ഗരീയസേ ബ്രഹ്മണോപ്യാധികർത്തേ അനന്ത ദേവേശ ജഗന്നിവാസ. അനന്ത, ഭഗവാൻ അറ്റമില്ല. ഭഗവാന്റെ തുടക്കം എവിടെയാണ്, ഭഗവാന്റെ അവസാനം എവിടെയാണ്, ഭഗവാന്റെ മധ്യം എവിടെയാണ് എന്നൊന്നും ആർക്കും അറിയുകയില്ല. അനന്തനാണ് ഭഗവാൻ. അനന്ത ദേവേശനാണ്, എല്ലാ ദേവന്മാരുടെയും ഈശ്വരനാണ്. എല്ലാ ദേവന്മാരെയും നിയന്ത്രിക്കുന്ന പരമ ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ. ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് ഭഗവാനെ കുറിച്ച് പറയുന്നു. പരമമായിട്ടുള്ള ഈശ്വരൻ ആരാണ്? ദേവേശൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഈശ്വര പരമകൃഷ്ണ. ഓരോ ലോകത്തിനും ഓരോ ഈശ്വരന്മാരുണ്ട്. പക്ഷെ പരമമായിട്ടുള്ള ഈശ്വരൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നവിടെ ബ്രഹ്മാവ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ കാര്യം തന്നെയാണ് അർജുനനും ഇവിടെ പറയുന്നത്. ദേവേശ, എല്ലാ ദേവന്മാരുടെയും ഈശ്വരനാണ്, നിയന്താവാണ്, നിയന്ത്രിക്കുന്ന വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ബ്രഹ്മാവിന്റെയും മഹാദേവന്റെയും എല്ലാം ഈശ്വരനാണ്. അവരെല്ലാവരും ഈശ്വരന്മാരാണ്. പക്ഷെ പരമ ഈശ്വരൻ ഭഗവാൻ തന്നെയാണ് എന്ന് അർജുനൻ പറയുന്നു. ദേവേശ ജഗന്നിവാസ, എല്ലാ ജഗത്തും നിലനിൽക്കുന്നത്. ജഗന്നിവാസ, ജഗത്തിന്റെ നിവാസം. ജഗത്ത് എവിടെയാണ് നിലനിൽക്കുന്നത്? ജഗത്ത് നിലനിൽക്കുന്നത് ഭഗവാന്റെ ശരീരത്തിലാണ് അല്ലെ. കാരണോദകശായ വിഷ്ണുവിന്റെ ശരീരത്തിൽ നിന്നാണ് എല്ലാ പ്രപഞ്ചങ്ങളും പുറത്തേക്ക് വരുന്നത്. ഓരോ പ്രപഞ്ചത്തിനകത്തും വിശ്വരൂപത്തിലാണ് ഓരോ ഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. എല്ലാ ഗ്രഹങ്ങളും നിലനിൽക്കുന്നത് ഭഗവാന്റെ വിശ്വരൂപത്തിലാണ്. അതുകൊണ്ട് ഈ ജഗത്ത് നിലനിൽക്കുന്നത്, ജഗത്തിനെ നിലനിർത്തുന്ന ശക്തി അത് ഭഗവാന്റെ ശക്തി തന്നെയാണ്. ഭഗവാന്റെ ശരീരത്തിലാണ് എല്ലാ ഗ്രഹങ്ങളും ആശ്രയം പ്രാപിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാനെ ജഗന്നിവാസ എന്ന് പറയുന്നത്.
ജഗത്ത് മുഴുവൻ ഭഗവാന്റെ ശരീരത്തിലാണ് നിലനിൽക്കുന്നത്. ത്വമക്ഷരം സദസത് പരം യത്. അങ്ങ് അക്ഷരമാണ്, ഒരിക്കലും നശിക്കാത്ത വ്യക്തിയാണ്. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതാണ്. ത്വമക്ഷരം സദസത് പരം യത്. സത്തിന്റെയും അസത്തിന്റെയും ഉപരിയാണ് എന്ന് പറയും. സത് അസത്. ആത്മീയ ലോകത്തിന്റെയും ഭൗതിക ലോകത്തിന്റെയും നിയന്താവ് അങ്ങ് തന്നെയാണ്. ഭൗതിക പ്രകൃതിയുടെയും ആത്മീയ പ്രകൃതിയുടെയും നിയന്താവ് ഭഗവാൻ തന്നെയാണ് എന്ന് ഇവിടെ അർജുനൻ മനസ്സിലാക്കി. പിന്നീട് എന്താണ് പറയുന്നത്? ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. യെസ്, ഭാവാർത്ഥം നമ്മൾ വായിച്ചില്ല എന്ന് തോന്നുന്നു. ഭാവാർത്ഥം വായിച്ചോളൂ. 37 ശ്ലോകം. ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ഇങ്ങനെ കീർത്തിക്കുന്നത് കൊണ്ട് എല്ലാവരാലും ആരാധ്യനാണ്. ഹരേ കൃഷ്ണ പ്രഭുജെ, വായിച്ചോളൂ. ശ്ലോകം വായിക്കണോ? ശ്ലോകം വായിച്ചിട്ടുണ്ടോ? ഭാവാർത്ഥം വായിച്ചോ. ഭാവാർത്ഥം. ഇങ്ങനെ കീർത്തിക്കുന്നത് കൊണ്ട് എല്ലാവരാലും ആരാധ്യനാണ് കൃഷ്ണൻ എന്ന് അർജുനൻ സൂചിപ്പിക്കുന്നു. സർവവ്യാപിയും ആത്മാക്കളുടെ ആത്മാവുമാണ് അദ്ദേഹം. മനസ്കതയെയും അപാരതയെയുമാണ് മഹാത്മാ എന്ന പേര് കുറിക്കുന്നത്. അനന്തൻ എന്ന വാക്ക് ഭഗവാന്റെ സ്വാധീനതയ്ക്കും ചൈതന്യത്തിനും കീഴ്പ്പെടാത്തതായി ഒന്നും തന്നെ ഇല്ലെന്നും ദേവേശൻ സർവദേവന്മാരുടെയും അധിപതിയും നിയന്താവുമാണ് കൃഷ്ണനെന്നും സ്പഷ്ടമാക്കുന്നു. പ്രപഞ്ചാവിഷ്കാരം തന്നെ അദ്ദേഹത്തെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണത നേടിയ സകല ജീവാത്മാക്കളും ശക്തരായ ദേവന്മാരുമെല്ലാം ഭഗവാനെ ആദരവോടെ പ്രണമിക്കേണ്ടത് തന്നെയാണ് എന്ന് അർജുനനെ വിശ്വാസമുദിച്ചു. കൃഷ്ണനേക്കാൾ ശ്രേഷ്ഠനായിട്ട് ആരുണ്ട് വേറെ? സൃഷ്ടികർത്താവായ ബ്രഹ്മാവും അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണല്ലോ. കൃഷ്ണന്റെ സമഗ്ര രൂപവിസ്തരണമായ ഗർഭോദകശായി വിഷ്ണുവിന്റെ ഉളവായതാണ് ബ്രഹ്മാവ്. അതുകൊണ്ട് ബ്രഹ്മാവും ബ്രഹ്മാവിൽ നിന്ന് ജനിച്ച ശിവനും അദ്ദേഹത്തോടൊപ്പം മറ്റെല്ലാ ദേവഗണങ്ങളും കൃഷ്ണനെ പ്രണമിക്കേണ്ടവരത്രേ. ശിവനും ബ്രഹ്മാവും മറ്റുള്ള ദേവന്മാരും കൃഷ്ണനെ ആദരിക്കുന്നുവെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നുണ്ട്. ഈ ശ്ലോകത്തിലെ അക്ഷരം എന്ന വാക്ക് സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നു. ഈ ഭൗതിക സ്വർഗം നശിച്ചു പോകുന്നതാണെങ്കിലും ഭഗവാൻ നശ്വരതയ്ക്ക് അധീനനത്രേ. അത് ധനിപ്പിക്കുന്നത് കാരണങ്ങൾക്കും കാരണമായ അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കളെക്കാളും ആ ഭൗതിക ആവിർഭാവങ്ങളെക്കാൾ തന്നെയും ശ്രേഷ്ഠതയുണ്ട്. അതിനാൽ സർവോത്തമനാണ് അദ്ദേഹം. ഹരേ കൃഷ്ണ. 38 ശ്ലോകം വായിക്കുന്നു പ്രഭുജി. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നത് ഈ ഭൗതിക സ്വർഗം നശിച്ചു പോകുന്നതാണെങ്കിലും ഭഗവാൻ നശ്വരതയ്ക്ക് അതീതനത്രേ എന്നത്രേ അത് ധ്വനിപ്പിക്കുന്നത്. കാരണങ്ങൾക്കും കാരണമായ അദ്ദേഹത്തിന് ഈ ഭൗതിക ലോകത്തിലെ ബദ്ധരായ ജീവാത്മാക്കളെക്കാളും ആ ഭൗതിക ആവിർഭാവങ്ങളെക്കാൾ തന്നെയും ശ്രേഷ്ഠതയുണ്ട്. അതിനാൽ സർവോത്തമനാണ് അദ്ദേഹം. അദ്ദേഹം ഉത്തമനായിട്ടുള്ള പുരുഷനാണ്. 15-ാമത്തെ അധ്യായത്തിലും പ്രത്യേകിച്ച് പറയുന്നുണ്ട് പുരുഷോത്തമൻ, ഉത്തമ പുരുഷനായിട്ട് ഭഗവാനെ പറയുന്നുണ്ട്. ഭഗവാൻ ഒരു സാധാരണ ജീവാത്മാവിനെ പോലെയല്ല. ആത്മീയ ലോകത്തിലും ഭൗതിക ലോകത്തിലും വ്യത്യസ്ത തരത്തിലുള്ള ജീവാത്മാക്കളുണ്ട്. ഇവരിൽ രണ്ടുപേരിലും ശ്രേഷ്ഠരാണ് ഭഗവാൻ. ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത എന്നവിടെ പറയുന്നുണ്ട്. ഭഗവാൻ ഒരു സാധാരണ ജീവാത്മാവല്ല, ഭഗവാൻ ഉത്തമ പുരുഷനാണ്, പുരുഷോത്തമനാണ് എന്നുള്ള കാര്യം ഇവിടെ അർജുനൻ സൂചിപ്പിക്കുന്നു. ഓക്കെ, 38-ാമത്തെ ശ്ലോകം കൂടി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ത്വം ആദിദേവ പുരുഷ പുരാണത്വം അസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. ആദിദേവനും പുരാണപുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ.
അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. ഹേ അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഭാവാർത്ഥം: പരമ ദിവ്യോത്തമ പുരുഷനായ കൃഷ്ണനിലാണ് പ്രപഞ്ചമെല്ലാം വിശ്രമിക്കുന്നത്. അദ്ദേഹമാണ് ആത്യന്തികമായ അഭയസ്ഥാനം. നിധാനമെന്നതുകൊണ്ട് സർവ ആവിഷ്കാരങ്ങളും ബ്രഹ്മ ജ്യോതിസ് പോലും കൃഷ്ണനിൽ വിശ്രമിക്കുന്നുവെന്ന് സ്പഷ്ടം. ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നതെന്തും അദ്ദേഹത്തിന് അറിയാം. അറിവിന് ഒരു അതിരുണ്ടെങ്കിൽ അതും അദ്ദേഹം തന്നെ. അതുകൊണ്ട് വേദ്യനും വേത്താവും അദ്ദേഹം തന്നെ. സർവവ്യാപിയാകയാൽ അറിയേണ്ടവനും ആധ്യാത്മിക ലോകത്തിന്റെയും കാരണഭൂതനാകയാൽ അതീന്ദ്രിയനുമാണ് അവിടുന്ന്. അതീന്ദ്രിയ ലോകത്തിലെ പ്രധാന പുരുഷനാണ് കൃഷ്ണൻ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു ശിവരാമൻ പ്രഭുജി. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ അർജുനൻ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കിയ സത്യങ്ങളെല്ലാം, അർജുനന്റെ സാക്ഷാത്കാരമെല്ലാം പറഞ്ഞുകൊണ്ട് അർജുനൻ ഭഗവാനെ സ്തുതിക്കുകയാണ്. ത്വമാദിദേവ പുരുഷപുരാണ. ത്വമാദിദേവ, ഭഗവാനാണ് ആദിമനായിട്ടുള്ള ദേവൻ. എല്ലാ ദേവന്മാരുടെയും ആദി. ആദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറവിടം. എല്ലാ ദേവന്മാരുടെയും ഉറവിടം ഭഗവാൻ തന്നെയാണ്. ദേവന്മാരൊക്കെ വന്നിട്ടുള്ളത് ഭഗവാനിൽ നിന്ന് തന്നെയാണ്. ഭഗവാന്റെ സൃഷ്ടിയായിട്ടുള്ള ബ്രഹ്മാവിൽ നിന്നാണ് എല്ലാ ദേവന്മാരും വന്നിട്ടുള്ളത്. അതുകൊണ്ട് ദേവന്മാരുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഉറവിടം ഭഗവാൻ തന്നെയാണ്. അഹം സർവസ്യ പ്രഭോ എന്ന് നേരത്തെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അർജുനന് പൂർണ്ണമായിട്ടും ബോധ്യമായി. ഭഗവാന്റെ ശരീരത്തിൽ എല്ലാ ദേവന്മാരെയും ദർശിച്ചു. അതുകൊണ്ട് അർജുനൻ തിരിച്ചു പറയുന്നു, അങ്ങ് എല്ലാ ദേവന്മാരുടെയും ഉറവിടമാണ്. ത്വമാദി ദേവ പുരുഷ പുരാണം. അങ്ങ് പുരുഷനാണ്, പരമപുരുഷനായിട്ടുള്ള വ്യക്തിയാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെയാണ്, പുരുഷനാണ് എന്നിവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഭഗവാൻ എന്ന് പറയുന്നത് ഒരു ശൂന്യതയോ അല്ലെങ്കിൽ ഒരു പ്രകാശമോ അല്ലെങ്കിൽ ഒരു ശക്തിയോ ഒന്നുമല്ല. ഭഗവാൻ ഒരു വ്യക്തിയാണ്, പുരുഷനാണ് എന്നിവിടെ പറയുന്നു. ത്വമാദിദേവ പുരുഷ പുരാണം. പുരാണ പുരുഷനാണ് ഭഗവാൻ. ആദ്യം പുരാണ പുരുഷം നവയൗവനം ച എന്ന ബ്രഹ്മാവും ബ്രഹ്മസംഹിതയിൽ പറയുന്നുണ്ട്. അങ്ങ് പുരാണ പുരുഷനാണ്. പുരാണ പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഉള്ള വ്യക്തി, ഏറ്റവും ആദ്യമേ ഉള്ള വ്യക്തി. പുരാണ പുരുഷൻ. ഏറ്റവും പ്രായമായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ആദ്യം പുരാണ പുരുഷൻ. പക്ഷേ ഏറ്റവും യൗവനയുക്തനായിട്ടുള്ള വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് ഭഗവാൻ തന്നെയാണ്. ആദ്യം പുരാണ പുരുഷൻ നവയൗവനം ച. ഭഗവാൻ എപ്പോഴും നവയൗവനമാണ്. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന സമയത്തും ഭഗവാന് 100-ന്റെ അടുത്ത് പ്രായമുണ്ട്. പക്ഷേ ഭഗവാനെ കാണുമ്പോൾ എപ്പോഴും ഒരു 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ പോലെയാണ് കാണുന്നത്. നവയൗവനം ച. അങ്ങ് ആദ്യം പുരാണ പുരുഷനാണ് എന്ന് അർജുനൻ പറയും. നേരത്തെ അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഭഗവാൻ സൂര്യദേവന് ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുത്തു, അതെങ്ങനെയാണ് സംഭവിച്ചത്? നമ്മൾ ഒരേ പ്രായക്കാരാണ് എന്നാണ് നേരത്തെ അർജുനൻ വിചാരിച്ചിരുന്നത്, അല്ലെ? സൂര്യദേവന് ഞാൻ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഭഗവത്ഗീത. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം അവ്യം എന്ന് ഭഗവാൻ പറഞ്ഞ സമയത്ത് അതെങ്ങനെ സംഭവിക്കുമെന്ന് അർജുനൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭഗവത്ഗീത മനസ്സിലാക്കിയപ്പോൾ അർജുനന്റെ വ്യക്തിത്വം, ഭഗവാന്റെ വ്യക്തിത്വം അർജുനന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. അതുകൊണ്ട് ഇവിടെ അർജുനൻ പറയുന്നു, ഭഗവാൻ പുരാണ പുരുഷനാണ്. പുരുഷ പുരാണ. തുമസ്യ വിശ്വസ്യ പരം നിധാന. അങ്ങ് വിശ്വത്തിന്റെ ആധാരമാണ്. വിശ്വം എവിടെയാണ് നിലനിൽക്കുന്നത്? ഈ ലോകം മുഴുവൻ എവിടെയാണ് നിലനിൽക്കുന്നത്? ശാസ്ത്രജ്ഞന്മാര് പറയും ഭൂഗുരുത്വ ആകർഷണത്തിലാണ് ഈ ലോകം നിലനിൽക്കുന്നത്. പക്ഷെ ആ ശക്തിയുടെ ഉറവിടം എന്താണ്? അത് ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ശക്തിയിലാണ് ഈ ഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ ഗ്രഹങ്ങളും നിലനിൽക്കുന്നത്, അല്ലെ? ഇത് ശൂന്യതയിലാണ് നിൽക്കുന്നത്. ഇതെന്തുകൊണ്ട് താന്നു പോകുന്നില്ല? ഭഗവാന്റെ ശക്തി അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗാമാവിശ്വജ ഭൂതാനി ധാരയാമ്യഹം ഓജസ ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാ ഗ്രഹങ്ങളെയും നിലനിർത്തുന്ന ആ ശക്തി, ഓജസ്, അത് ഭഗവാൻ തന്നെയാണ് എന്ന് പറയും. എല്ലാ ഗ്രഹങ്ങളും നിലനിൽക്കുന്നത് ഭഗവാന്റെ ശക്തിയിൽ തന്നെയാണ്. ഭഗവാൻ ആശ്രയിച്ചാണ് എല്ലാ ഗ്രഹങ്ങളും നിലനിൽക്കുന്നത്. ത്വമസ്യ വിശ്വസ്യ പരം നിധാനം.
വിശ്വത്തിന് മുഴുവൻ അങ്ങ് തന്നെയാണ് ആശ്രയം. വേത്താസി വേദ്യം ച പരം ച ധാമ. വേത്താസി എല്ലാം അറിയുന്ന വ്യക്തിയും ഭഗവാൻ തന്നെയാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു മൂലയ്ക്കും നടക്കുന്ന കാര്യങ്ങൾ ഭഗവാൻ അറിയാം. അല്ലെ, ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിലൊക്കെ നമ്മൾ ഉപഗ്രഹങ്ങൾ അയച്ച് അവിടെ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ചൊവ്വാഗ്രഹത്തിൽ മാത്രമല്ല, ചന്ദ്രനിൽ മാത്രമല്ല, എല്ലാ ഗ്രഹങ്ങളിലും എന്തെല്ലാം നടക്കുന്നു, ആ എല്ലാ പ്രപഞ്ചത്തിന്റെ കോണുകളിലും, മനുഷ്യൻ അറിയാത്ത കോണുകളിലെല്ലാം എന്തെല്ലാം നടക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരേ ഒരു വ്യക്തി ഭഗവാനാണ്. വേത്താസി എന്നിവിടെ പറയുന്നു. വേത്താസി, അങ്ങേക്കെല്ലാം അറിയാം. ഭാഗവതത്തിൽ പറയുന്നത് അഭിജ്ഞ എന്നാണ്. എല്ലാം അറിയുന്ന വ്യക്തി അഭിജ്ഞ സ്വരാട്. ഭഗവാൻ വാസുദേവനാണ് അഭിജ്ഞൻ, എല്ലാം അറിയുന്ന വ്യക്തിയാണ്. ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് വേദാഹം സമതീതാനി, എനിക്കെല്ലാം അറിയാം എന്ന് ഭഗവാനും പറയുന്നുണ്ട്. അപ്പം എല്ലാം അറിയുന്ന വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിന്റെ ഏതൊരു കോണിലും നടക്കുന്ന കാര്യങ്ങൾ രാത്രിയായാലും പകലായാലും ഒരു മാറ്റവുമില്ലാതെ അറിയുന്ന വ്യക്തി ഭഗവാനാണ്. വേത്താസി. വേദ്യം, ഇനി അറിയേണ്ടുന്ന വ്യക്തിയും ഭഗവാൻ തന്നെയാണെന്ന് പറയും. ഓരോ ജീവാത്മാവും ആരെയാണ് അറിയേണ്ടത്? ഓരോ ജീവാത്മാവും അറിയേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ്. വാസുദേവ പരം വേദ, വാസുദേവ പരാവേദ എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. നമ്മൾ അറിയേണ്ട വ്യക്തി ഭഗവാനെയാണ്. ഭഗവാനെ അറിഞ്ഞാലാണ് നമുക്ക് നേട്ടമുള്ളത്. ഭഗവാനെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ അജ്ഞതയിൽ തന്നെയാണ്, ഇരുട്ടിൽ തന്നെ കഴിയേണ്ടി വരും എന്ന് പറയും. അതുകൊണ്ട് ഭഗവാനാണ് വേദ്യം. വേദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയാണോ അറിയേണ്ടത് ആ വ്യക്തിയാണ് വേദ്യം എന്ന് പറയുന്നത്. അത് ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? വേദൈശ്ച സർവേർ അഹമേവ വേദ്യോ, ഞാനാണ് വേദ്യം. വേദങ്ങളൊക്കെ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാൻ ആരാണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേദങ്ങളൊക്കെ പഠിക്കുന്നത്. ഭഗവാനെ മനസ്സിലാക്കാതെ വേദപഠനം പൂർത്തിയാകുന്നില്ല. അങ്ങാണ് വേദ്യം എന്നുള്ള കാര്യം ഇവിടെ അർജുനൻ എടുത്തു പറയുന്നു. വേത്താസി വേദ്യം ച പരം ച ധാമ. ഏറ്റവും ഉന്നതമായിട്ടുള്ള ലക്ഷ്യം, നമ്മൾക്ക് എത്തിച്ചേരേണ്ട സ്ഥലം, അതാണ് ധാമ. ഏറ്റവും ഉന്നതമായിട്ടുള്ള മനുഷ്യന്റെ ലക്ഷ്യം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഭഗവാനിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ജീവാത്മാവിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഭഗവാന്റെ അടുത്ത് എത്തിച്ചേരുക, അല്ലെ? ഭഗവാൻ ആ ഒരു ധാമത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി 15-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, നതത് ഭാസേതോ സൂര്യോ ന ശശാങ്കോ ന പാവക യത് ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. എന്റെ ധാമമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത് എന്ന് അവിടെ ഭഗവാൻ പറയുന്നത്. അപ്പം അർജുനൻ ഇവിടെ പറയുന്നു പരം ച ധാമ, അങ്ങ് തന്നെയാണ് പരമമായിട്ടുള്ള ധാമം എന്ന് അർജുനനും ഇവിടെ പറയുന്നു. ത്വയാതതം വിശ്വം അനന്തരൂപം, അങ്ങ് വിശ്വം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. വിശ്വത്തിൽ എവിടെയും അങ്ങ് ഇല്ലാതിരിക്കുന്നില്ല. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എല്ലാ ആറ്റങ്ങളിലും ഭഗവാൻ വ്യാപിച്ചിരിക്കുന്നു. വ്യാപ്നോതി ഇതി വിഷ്ണു എന്നാണ് പറയുന്നത്, വേദങ്ങളിൽ പറയുന്നത്. വിശ്വം മുഴുവൻ വ്യാപിച്ച് വ്യക്തിയെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. വിഷ്ണു ഇല്ലാത്തൊരു സ്ഥലവും ഇല്ല, അല്ലെ? ഓരോ ആറ്റത്തിനകത്തും ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് ബ്രഹ്മസംഹിതയിലും പറയുന്നുണ്ട്. അണ്ഡാന്തരസ്ഥം പരമാണു ചയാന്തരസ്ഥം, പരമാണുവിനകത്തും ആറ്റത്തിനകത്തും ഭഗവാൻ ഇരിക്കുന്നുണ്ട് എന്ന് പറയും. ഒരു കാര്യം ഇവിടെ അർജുനൻ പറയുന്നു, ത്വയാതതം വിശ്വം അനന്തരൂപം, അങ്ങ് വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന, അനന്തരൂപത്തിൽ വ്യാപിച്ചിരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള കാര്യം അർജുനന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇത് അർജുനന്റെ സ്തുതിയാണ്. അത് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ നമ്മൾ ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഭഗവാനെ സ്തുതിക്കാം. നമ്മൾക്ക് ഭഗവാന്റെ വിഗ്രഹം കാണുന്ന സമയത്ത്, പ്രത്യേകിച്ചും വിശ്വരൂപം കാണുന്ന സമയത്തൊക്കെ നമുക്ക് ഭഗവാനെ സ്തുതിക്കാൻ സാധിക്കും. വിശ്വരൂപം അല്ലെങ്കിലും ഭഗവാനെ ഈ ഒരു സ്തുതി കൊണ്ട് സ്തുതിക്കാം. യെസ്, ബാക്കി നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം. ഇപ്പോൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ശ്ലോകം വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. ജലജ മാതാജി പറഞ്ഞു.